വേറിട്ട ചിന്തകളുടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ മുൻ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചതുപോലെ അനേക ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമുക്കൊരു ചോദ്യത്തോടു കൂടി തന്നെ ഈ മൂന്നാമത്തെ ഭാഗം അങ്ങോട്ട് ആരംഭിക്കാം. മഹോദ്രവകാലത്തിന് മുൻപാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന വചനചിന്തകൾ പൊട്ടത്തരമാണെന്നൊക്കെ പറയുന്നവർ ഇത് വ്യക്തമായി കേട്ടിട്ട് ഒരു മറുപടി പറയണം കേട്ടോ. അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടണം. വെറുതെ കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല. വചനത്തിലൂടെ തെളിവുകൾ തന്നിട്ടുള്ള മറുപടി ഇടണം. ശരി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ആകാശങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുന്നവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. ശരി, മഹോദ്രവകാലത്തിന് മുൻപ് ഇത് സംഭവിക്കുന്നു. ഞാനവിടെ സമ്മതിച്ചു തരിക. അതായത് മഹോദ്രവകാലം ആരംഭിക്കുന്നതിന് മുൻപ് കാഹളം മുഴങ്ങുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടിരിക്കുന്ന വിശുദ്ധർ രൂപാന്തരം പ്രാപിക്കുന്നു, അവർ ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുന്നു. ഈ 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ അത് തുടക്കം കുറിക്കുന്നതിന് മുൻപ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പഴയ സർപ്പമുണ്ടല്ലോ, പാമ്പുണ്ടല്ലോ, അവനും അതായത് പിശാചിനെ 1000 ആണ്ടത്തേക്ക് അഗാധ കൂപത്തിലേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്നു. ശരിയാണോ? മഹോദ്രവകാലത്തിന് മുൻപ് സഭയെടുക്കപ്പെടും എന്ന് പറയുന്നവർ ഇത് അംഗീകരിക്കുന്നുണ്ടോ? അത് ജാതികളെ വഞ്ചിക്കാതിരിപ്പാനാണ്. അപ്പോൾ അവൻ്റെ യാതൊരു ശല്യവും 1000 ആണ്ട് വാഴ്ച നടക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. ശരിയാണോ? 1000 ആണ്ട് വാഴ്ച നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് രാജ്യത്തിൻ്റെ അവസ്ഥയെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലും 35-ാം അധ്യായത്തിലും സ്പഷ്ടമായി പറയുന്നു. അന്ന് യാതൊരു വഞ്ചനയുമില്ല, ദുഷ്ടനില്ല, അലർന്നും സിംഹമില്ല, വിശുദ്ധ വഴിയായിരിക്കും, പുള്ളിമാനും പുള്ളിപ്പുലിയും എല്ലാം ഒരുമിച്ച് മേയും, കൊച്ചുകുട്ടികൾ സർപ്പത്തിൻ്റെ പോതിങ്കൽ കൈയിടും. എത്ര സമാധാനപരമായ, അതായത് നിഷ്പാപയുഗത്തിൽ ഏതനിലുണ്ടായിരുന്ന ആ അവസ്ഥ പോലെ. അതിൻ്റെ കാരണം ഈ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം കൊണ്ടുവരുന്ന ആ പിശാചിനെ അവൻ്റെ ശല്യമുണ്ടാകാതിരിപ്പാൻ 1000 ആണ്ടത്തേക്ക് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ശരിയാണോ? ഇത് ഞാൻ പറയുന്നതല്ല, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്നതാണ്. ശരി, ഇനിയാണ് ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരം പ്രാപിച്ചവർ ഇവർ 2 കൂട്ടരും കൂടി ഒരുമിച്ച് ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴുമ്പോൾ ഈ 1000 ആണ്ട് കാലത്തേക്ക് പിശാച് ഇല്ല, ആരെയും ചലിപ്പാനില്ല, ആരെയും വഞ്ചിപ്പാനില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ മഹോദ്രവകാലം തുടങ്ങുകയാണെങ്കിൽ, പ്രിയ സ്നേഹിതന്മാരെ, ദൈവദാസന്മാരെ, ഇങ്ങനെ പഠിപ്പിക്കുന്ന മഹോദ്രവകാലത്തിന് മുൻപാണ് സഭ എടുക്കപ്പെടുന്നതെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരെ എൻ്റെ ചോദ്യം, ഇതാരാണ് ഈ മഹോദ്രവകാലത്ത് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ആലയത്തേക്ക് അശുദ്ധമാക്കി ദൈവജനത്തിന് എതിരായി കൽപ്പനകൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സാക്ഷി നിമിത്തം വിശ്വസ്തോടു കൂടി നിൽക്കുന്നവരെ ശിരസ്സിനെ ഛേദിക്കുന്ന ഈ കക്ഷി ആരാ? ഞാൻ വിശ്വസിക്കുന്നത് ഈ മഹോദ്രവകാലത്ത് നടക്കുന്ന സകല പരിപാടികളും പൈശാചിക ശക്തി എതിർ ക്രിസ്തു, എതിർ ക്രിസ്തു, ക്രിസ്തുവിനെതിരെ നിൽക്കുന്നത് ആരാ? പൈശാചികനല്ലേ? അവനെ 1000 ആണ്ടത്തേക്ക് പൂട്ടിയിട്ടേക്കുക. 1000 ആണ്ടത്തേക്ക് അവൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. പിന്നെ ആരാണ് ഈ മഹോദ്രവകാലത്ത് ഈ കലാപങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളേക്കും അഴിച്ചുവിടുന്ന എതിർ ക്രിസ്തു ആരാണ്? തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താണെന്ന് പറയണം. പൈശാചികമല്ല, പിശാചിനെ പൂട്ടിയിട്ടേക്കുക. മനസ്സിലായി കാണുമല്ലോ. ആയോ? നിങ്ങൾ വെറുതെ കിടന്ന് സത്യ ഉപദേശത്തിന് എതിരെ ശബ്ദിക്കരുത്. മറുപടി തരണം. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയുടെ അടിയിലും ഞാൻ പറയുന്ന പൊട്ടത്തരമാണെന്നും
മഹോദ്രവത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞവരതിന് മറുപടി തരണം. സഭ എടുക്കപ്പെട്ടാൽ 1000 ആണ്ട് വാഴ്ച തുടങ്ങുക. 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ പിശാചിനെ പിടിച്ച് അഗാധകൂപത്തിലേക്ക് പൂട്ടിയിടുക. പിന്നെ അവൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. അല്ല, നിങ്ങൾ പറയണം 1000 ആണ്ട് വാഴ്ചയാണ് കഴിഞ്ഞതിന് ശേഷമാണ് മഹോദ്രവകാലം തുടങ്ങുന്നത് എന്ന് നിങ്ങൾ പറയണം. അങ്ങനെയുള്ളവർ ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത ചോദ്യം പറയുക വരും. ഇവിടെ CP തോമസ്നോ സണ്ണി എന്നൊക്കെ പറയുന്ന പേരുള്ളവർ ആണ് ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിരിക്കുക. നിങ്ങൾ കമൻറ്റ് വായിച്ചവർ ദയവ് ചെയ്ത് വായിക്കുക. ഞാൻ പേര് പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ അതിനെ ക്ഷമ ചോദിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ പഠിപ്പിക്കലിനെതിരെ ശബ്ദിച്ചവരോട് ഞാൻ പറയുകയാണ്, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ആണോ മഹോദ്രവകാലം തുടങ്ങുന്നത് എങ്കിൽ ആകെ ചുറ്റും നിങ്ങൾ മറുപടിയില്ലാതെ കിടന്നു കുഴയും. അങ്ങനെ സംശയമുള്ളവർക്ക് നമുക്ക് നേരിട്ട് സംസാരിക്കാം, ആശയങ്ങൾ അങ്ങോട്ട് വിടാം. ചോദ്യങ്ങളൊന്നുമല്ല, ചോദ്യങ്ങൾ ധാരാളം കിടക്കുകയാണ്. അപ്പോൾ ഇനി ഈ സത്യവചനത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടൊരു വാക്ക് ഞാൻ മുഖവുരയായി പറഞ്ഞിട്ട് ഇതിൻ്റെ 3ാം ഭാഗത്തിലേക്ക് ഞാൻ ആധികാരികമായി പ്രവേശിക്കാം. ദൈവത്തിൻ്റെ മാർമികമായി വച്ചിരിക്കുന്ന പദ്ധതികൾ, അത് സ്വർഗീയ പദ്ധതികൾ, സ്വർഗത്തിലെ കാര്യങ്ങൾ, ഭൂമിയിലെ കാര്യങ്ങൾ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് ദൈവം തത്വത്തിൽ വാക്കുകളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വെളിപ്പാടുകളിലൂടെ പ്രാപിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതാണ് പൗലോസിനെയൊക്കെ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസ് അവകാശപ്പെടുന്നത്. ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനാണ്. അത് കർത്താവിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങളാണ്. നമ്മൾ കേട്ട് പഠിക്കുന്ന കാര്യങ്ങളും കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യങ്ങളും രണ്ടായി തന്നെ കാണുക. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ അധരത്തിലൂടെ പൊഴിയുന്ന വചനങ്ങളെ നേരിട്ട് കേട്ട് പ്രവർത്തികളെ നേരിട്ട് കണ്ട് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായി യൂദ പോയി. ബാക്കി 11 പേര് ശേഷിക്കുന്നുണ്ടല്ലോ. ഈ 11 പേരിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാതിരുന്ന സ്വർഗീയ മർമ്മങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും പ്രമാണങ്ങളും കൊടുക്കുവാനായി ഈ 12 പേരിൽ അല്ലെങ്കിൽ 11 പേരിൽ ഉൾപ്പെടാത്ത ഒരുവനായ പൗലോസിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ ആത്മീയ മർമ്മങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചത് ഷെയർ ചെയ്യാനുള്ള സമയമല്ല. ഒറ്റ വാക്കിൽ പറയാം, ഇത് കണ്ട് പഠിച്ചതും കേട്ട് പഠിച്ചതുമല്ല ദൈവജനത്തിന് കൊടുക്കുന്നത്, പ്രാപിച്ചത് കൊടുക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതെന്നാൽ. ആ തിരുവത്താഴം മാത്രമൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഈ തിരുവത്താഴം മാത്രം വെളിപ്പെടുത്തി കൊടുക്കാനല്ല 3ാം സ്വർഗത്തോളം കൊണ്ടുപോയത്. മനസ്സിലാക്കണം. അതിനുത്തമമായൊരു തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. പത്രോസും യോഹന്നാനും യാക്കോബും ഇവർ 3 പേരും യേശുവിനെ കാണുന്നതിന് മുൻപേ അന്ത്രയോസ് കണ്ടിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുക. അന്ത്രയോസ് മുൻപ് യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അന്ത്രയോസും പിന്നെ യോഹന്നാൻ്റെ മറ്റൊരു ശിഷ്യനും, പേര് പറയുന്നില്ല, ഇവർ 2 പേരും നിൽക്കുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് കേട്ട മാത്രയിൽ ഇവർ 2 പേരും യേശുവിൻ്റെ അടുക്കൽ ചെന്നു, റബി നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വന്ന് കാണുവാൻ പറയുന്നു. അങ്ങനെ യേശുവിനോട് കൂടി 2 ദിവസം അവിടെ പാർത്തു. അതിനുശേഷം യേശുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് ഈ അന്ത്രയോസ് തൻ്റെ സഹോദരനായ പത്രോസിനോട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അഥവാ മശിഹയെ കണ്ടെത്തി. ഉടനെ പോവുകയാണ്. ആരെ കണ്ടെത്തി എന്ന് പറഞ്ഞേ? ക്രിസ്തുവിനെ അഥവാ മശിഹയെ. ഓർത്തിരിക്കണം. അവിടെ ചെന്ന് കണ്ടു. വീണ്ടും അവിടെ 2 നാൾ പാർത്തിട്ട് പോന്നതിന് ശേഷം ഇവർ 4 പേരും കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ചെന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഇതാണ് സംഭവം. യോഹന്നാൻ്റെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും ചേർത്ത് പഠിച്ചാൽ നമുക്കിതിങ്ങനെ കിട്ടും. അതെല്ലാം കഴിഞ്ഞ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന്
പത്രോസ് ചാടിക്കേറി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. യേശു പറയാണ്, പത്രോസേ, ഇത് ജഡരക്തങ്ങളൊന്നുമല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഇത് സ്വർഗത്തിലെ പിതാവാണ്. എന്ത്? നീ ക്രിസ്തുവാണെന്നുള്ളത്. അത് ക്രിസ്തു എന്നാണ്, അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിനല്ല പ്രാധാന്യം, ക്രിസ്തുവാണെന്ന്. അത് അറിയണമെങ്കിൽ താഴോട്ട് വായിക്കുക. ഞാൻ ക്രിസ്തുവാണെന്ന് നീ ആരോടും പറയരുത് എന്ന് പത്രോസിനോട് യേശു കർക്കശമായി പറയുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്? താൻ ക്രിസ്തുവാണെന്ന് പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ, എങ്ങനെ സാക്ഷിയാകുന്നത്? പിന്നെ എന്തിനാ വിളിച്ചത്? അതിൻ്റെ മറുപടി ഇത്രേ ഉള്ളൂ, പത്രോസെ, ഞാൻ യേശുവാണെന്ന് നീ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അവരെ കാത്തിരിക്കുന്ന മശിഹയുണ്ടല്ലോ, ക്രിസ്തു, അത് ഞാനാണെന്ന് നീ ആരും പറയണ്ട. ഇനി പുറകോട്ട് ഇറങ്ങി വരട്ടെ. അപ്പം ഞാൻ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ചാടി കയറി പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇത് സ്വർഗത്തിലെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്, ജഡരക്തങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ ഒന്നോർക്കണമേ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് തൻ്റെ സഹോദരനായ അന്ത്രയോസ് പറഞ്ഞായിരുന്നു ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന്. അപ്പോൾ ഈ അന്ത്രയോസ് പത്രോസിനോട് പറഞ്ഞത് യേശു അറിഞ്ഞില്ലേ? സർവജ്ഞാനിയായ യേശുവിനിത് മറഞ്ഞു കിടന്നോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ശരി, ഒരിക്കലും സർവജ്ഞാനിയായ യേശുവിന് ഒരിക്കലും അത് മറവല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ചോദ്യം ഒന്ന്. അടുത്തത്, അന്ത്രയോസിന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്, കർത്താവേ, ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടാണ് അവനെ കൂട്ടിക്കൊണ്ടു വന്നേ, ഞാൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ പോവുകയാണ്, ഞാൻ ക്രിസ്തുവെ അഥവാ മശിഹയെ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നു, അതുകൊണ്ട് അങ്ങ് ക്രിസ്തുവാണെന്ന് ഞാനാണ് ഈ എൻ്റെ സഹോദരനോട് പറഞ്ഞു കൊടുത്തത് എന്നുള്ള അവകാശവാദം എന്തുകൊണ്ട് അന്ത്രയോസ് ഉന്നയിച്ചില്ല? ചോദ്യം 2. നമുക്കിതിന് മറുപടിയായിട്ട് പറയാൻ കഴിയുന്നത്, പത്രോസിനോട് അന്ത്രയോസ് പറഞ്ഞു ശരി തന്നെ, പക്ഷെ അത് ഒരു മാനുഷികമായ ശബ്ദമായിരുന്നു, താൻ കേട്ട് ഗ്രഹിച്ച കാര്യമാണ്. ആരിൽ നിന്ന്? തൻ്റെ സഹോദരനായ അന്ത്രയോസിൽ നിന്ന്. എന്നാൽ അന്ത്രയോസിന് ഇത് വെളിപ്പാട് കിട്ടിയതല്ല, തൻ്റെ ഗുരുവായിരുന്ന യോഹന്നാൻ പറഞ്ഞതാ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ അധരത്തിലൂടെ പറഞ്ഞുള്ള കേൾവിയാണ് ആർക്കുള്ളത്? അന്ത്രയോസിനുള്ളത്. പക്ഷേ യോഹന്നാനോട് ഇതാരും പറഞ്ഞതല്ല, വെളിപ്പാട് പ്രാപിച്ചതാ. സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് ആരുടെ മേൽ ഇറങ്ങി വരുന്നുവോ അവനാണ് ആള്. അത് വെളിപ്പാടിൽ കണ്ടു. അപ്പോൾ ഒന്ന് ക്രമത്തിൽ മനസ്സിലാക്കിക്കേ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്ന വെളിപ്പാട് കണ്ട യോഹന്നാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ആരും പറഞ്ഞു കൊടുത്ത ശബ്ദമല്ല. ആ വെളിപ്പാട് പ്രാപിച്ച യോഹന്നാൻ തൻ്റെ അധരത്തിലൂടെ അന്ത്രയോസിനോട് പറഞ്ഞു കൊടുത്തു. അന്ത്രയോസിന് കിട്ടിയത് വെളിപ്പാടല്ല. അന്ത്രയോസ് താൻ ചെവിയിൽ കേട്ട കാര്യം തൻ്റെ വായ് കൊണ്ട് തൻ്റെ സഹോദരനോട് പറഞ്ഞു. അത് ശരി തന്നെ. പക്ഷെ കർത്താവ് അംഗീകരിച്ചത് അന്ത്രയോസിൻ്റെ അധരത്തിലൂടെ വന്ന വാക്കുകളല്ല, മറിച്ച് സ്വർഗത്തിലെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടിനെയാണ് കർത്താവ് അംഗീകരിച്ചതെങ്കിൽ ഇവിടുത്തെ ഒരു വ്യത്യാസം പറയാം. യേശു എന്ന് പറയുന്നത് ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതി, അതാണ് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. എന്നാൽ ക്രിസ്തു എന്നുള്ള പദവി അത് ദൈവത്തിൻ്റെ പുത്രൻ, അതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 2-ലും ഇന്ന് ഞാനിൽ പ്രസാദിപ്പിച്ചിരിക്കുന്നുവെന്ന് സ്നാനസമയത്തും പറയുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചുള്ള വീഡിയോ മുൻകാലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമെന്ന് തോന്നിയാൽ ദൈവം അനുവദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള, കർത്താവ്, യേശു, ക്രിസ്തു എന്നുള്ള ഈ 3 പദവികളെക്കുറിച്ചുള്ള പഠനം ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിടുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ദൈർഘ്യം കൂടും എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അപ്പോൾ ഇവിടെ സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതി, അത് യേശു. സൺ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു. ഇതിനെല്ലാം തെളിവുകളുണ്ട് കേട്ടോ, ഊഹാഭോഗങ്ങളൊന്നുമല്ല, വ്യക്തമായ തെളിവുണ്ട്. ഇത് സായിപ്പിൻ്റെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല, ദൈവാത്മാവിൽ കർത്താവ് തന്ന വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആധികാരികമായി പറയട്ടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ ഇവരെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അത് ക്രിസ്തുവാണ്.
അപ്പോൾ അവിടെ ഞാൻ ദാവീദിൻ്റെ സന്തതിയായ യേശുവാണെന്ന് നീ എല്ലാവരോടും പറഞ്ഞു. ആ യേശുവിന് സാക്ഷിത്വം വഹിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ക്രിസ്തുവാണെന്ന് നീ ആരോടും പറയണ്ട. ഇപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ആ മഹിമ എവിടെ കണ്ടത്? ലാസറിനെ ഉയർപ്പിച്ചതാ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാ? അല്ല, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ജീവനോടെ കൊടുത്തതാ? അതൊന്നുമല്ല. മറുരൂപ മലയിൽ വെച്ച് അവൻ തൻ്റെ തേജസ്കരണം ഒന്ന് പ്രാപിച്ച് താൻ ആരാകാൻ പോകുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാരിൽ തന്നോടുകൂടി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച, ശ്രദ്ധിക്കണം, 12 പേരെ യേശു വിളിച്ചുവെങ്കിലും തന്നോടുകൂടി സദാസമയം പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നവരെ മാത്രമേ വെളിപ്പാട് കാണിച്ചുള്ളൂ. 12 പേരും അത്ഭുതം കണ്ടേ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കത്തക്കതിൽ അപ്പം പെരുകി വരുന്നതും, മീൻ വർദ്ധിച്ചു വരുന്നതും, മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നതും, കുരുടൻ കണ്ടതും, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതും, ഇതെല്ലാം 12 പേരും കണ്ടു. പക്ഷെ വെളിപ്പാട്, സ്വർഗത്തിലെ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത് പ്രാർത്ഥിച്ചവന് മാത്രമാണ്. ആത്മീയ ലോകം ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിച്ചേർത്തത് പ്രസംഗമല്ല, എനിക്കറിയാം. എങ്കിലും ഈ വചന വെളിപ്പാടിനുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ പഠിപ്പിച്ച അനേക വചന സത്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ക്ലാസ്സിൽ പങ്കുവച്ചിട്ടില്ല. പക്ഷേ ഇതിനോട് ചേർത്ത് 2 വാക്ക് പറയുകയാണ്. പ്രാർത്ഥിച്ചവനാണ് സ്വർഗത്തിലെ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. ഏത്? സ്വർഗത്തിൽ അവൻ ആരായിരിക്കുമെന്നുള്ളത് കാണിച്ചു കൊടുത്തത് 12 പേരെയും കാണിച്ചു കൊടുത്തില്ല, പ്രാർത്ഥിച്ചവന്. ദൈവജനമേ, നീ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മറ്റാരും കാണാത്തത് ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നവർ പലരും കാണും. മുടന്തനെ നടത്തിപ്പിക്കുന്നവർ കാണും. കുരുടൻ്റെ കണ്ണ് തുറക്കുന്നവനെ കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം സംഭവിക്കും. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില സ്വർഗീയ കാര്യങ്ങൾ, മർമ്മങ്ങൾ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് ഒരു സായിപ്പിൻ്റെ പുസ്തകം മലയാളത്തിലേക്കാക്കി. YSKL സാറിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ വായിച്ചതാണ്. അന്ന് ഞാൻ പഠിച്ചതും അന്ന് ഞാൻ ഗ്രഹിച്ചതും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വചനം പഠിക്കുമ്പോഴാണ് സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. വേറിട്ട ചിന്തയിൽ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആത്മസാന്നിധ്യമില്ലാത്തവർ, പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തവർ എപ്പോഴും ഇതിനെ തിരസ്കരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉള്ളിലുള്ളവർക്ക് അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? അതിൻ്റെ കാരണമുണ്ട്. ഈ പറയുന്നവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ആത്മാവ് കേൾക്കുന്നവൻ്റെ ഉള്ളിലുണ്ടാകണം. എലിസബത്തും മറിയയും പലപ്പോഴും അവർ ചാർച്ചക്കാരാണല്ലോ, കണ്ടിട്ടുണ്ടായിരിക്കാം, വന്ദനം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ യോഹന്നാനെ ഉള്ളിൽ ഗർഭം ധരിച്ചിരിക്കുന്ന എലിസബത്തിൻ്റെ കാതിൽ ഇവിടെ കൃപ ലഭിച്ചവൾ രക്ഷകനെ ഉദരത്തിൽ ഗർഭം ധരിച്ചുകൊണ്ട് വന്നിട്ട് തൻ്റെ അതരത്തിലൂടെ പറഞ്ഞ വന്ദനം അത് എലിസബത്തിൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ എലിസബത്ത് അല്ല തുള്ളിയത് ഉദരത്തിൽ കിടക്കുന്നവനാ. കാരണം ഈ വന്ദനം പറഞ്ഞവൾക്ക് ലഭിച്ച കൃപ എന്താണെന്നറിയാമോ? ഈ എലിസബത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നവൻ്റെ ശുശ്രൂഷ വെളിപ്പെടാനുള്ള സാധനമാണ് ഇവിടെ ഉദരത്തിൽ കിടക്കുന്നത്. അപ്പോൾ വന്ദനം പറഞ്ഞവളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവും വന്ദനം കേട്ടവളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവകൃപയും ഒന്നായതുകൊണ്ട് അവിടെ ചലനമുണ്ടായതുപോലെ വേറിട്ട ചിന്തകളെന്നുള്ള പരിപാടി എല്ലാവർക്കും ദഹിക്കത്തില്ല. പ്രാർത്ഥനയും ആത്മസാന്നിധ്യമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ആദ്യത്തെ ചോദ്യം ഓർക്കുന്നുണ്ടോ? മരിച്ചവർ ഉയർത്തെഴുന്നേറ്റാൽ അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് വാഴും. 1000 ആണ്ട് ക്രിസ്തുവിനോട് വാഴുമ്പോൾ ആ വാഴ്ച തുടങ്ങുന്നതിന് മുൻപേ പിശാചും സാത്താനുമായവരെ 1000 ആണ്ടത്തേക്ക് ബന്ധിച്ചിടും. അപ്പോൾ പിന്നെ മഹോദ്രവകാലത്ത് ഇവരെ ദണ്ഡിപ്പിക്കുന്നവരാരാണെന്നെൻ്റെ ചോദ്യം. ദണ്ഡിപ്പിക്കേണ്ടുന്ന പൈശാചിക ശക്തി ചങ്ങലയ്ക്കകത്ത് ബന്ധിതനായി അവർ അഗാധ കൂപത്തിൽ അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇല്ലായെങ്കിൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ പറയേണ്ടി വരും ഈ 1000 ആണ്ട് വാഴ്ചയിടും കഴിഞ്ഞിട്ട് മഹോദ്രവകാലം തുടങ്ങുമെന്ന്. ശരി, നമുക്ക്
പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒന്നാമത്തെ ചോദ്യം കുടിശ്ശികയായി കിടക്കരുതേ പ്രിയ സഹോദരങ്ങളെ. സ്നേഹത്തോടെ പറയുന്നു, മഹോദരപകാലത്തിന് മുൻപ് സഭ വരൂ എടുക്കപ്പെടുന്നൊക്കെ പറയുന്നവർ അതിനൊരു മറുപടി തരണമേ. അതാരാണ് മഹോദരപകാലത്ത് അവിടെ ഈ അഴിമതികളും ഈ അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്ന ആശാൻ ആരാതെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഒരു അടുത്ത സ്നേഹിതനായിരിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അത് ഒരു സഹോദരൻ ഇട്ട വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ഞാൻ ഏകദേശം അങ്ങനെയുള്ള പരിപാടികൾക്ക് സമാപ്തി കുറിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന വീഡിയോ എടുത്തിട്ടേച്ച് അവരുടെ പഠനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് നിർത്തി. ഇനി ഞാൻ സ്വയമായി ദൈവാത്മാവെന്നെ പഠിപ്പിച്ച വിഷയം ഞാൻ അവതരിപ്പിക്കും. അത് കേട്ട് പഠിക്കുന്നവർ പഠിക്കുക, മറ്റുള്ളവർ എന്തും പറയട്ടെ, എന്തും പഠിപ്പിക്കട്ടെ. ശരി, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷിപ്പാൻ, ഞാൻ ആ വാക്യത്ത് വായിച്ച് വിശദമായി കേൾപ്പിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. 1 തെസ്സലോനിക്കർ 1:9-10. അപ്പോൾ പുതിയ നിയമസഭാ വിശ്വാസികൾ വരുവാനുള്ള കോപത്തിൽ അവർ ഉൾപ്പെടുകയില്ല, അതിൽ നിന്ന് അവർ ഒഴിവുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ പുറകോട്ട് ഇറങ്ങി പറയാം, സ്നാപക യോഹന്നാൻ വന്നിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നതാണ്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്നും തെറ്റി ഒഴിയുവാൻ നിങ്ങൾ ഉപദേശിച്ചതാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന്. അപ്പോൾ ഇവർ പറയുന്നത് വരുവാനുള്ള കോപം മഹോദ്രവകാലമാണ് എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ, യോഹന്നാൻ ഇവിടെ പറഞ്ഞത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ തെറ്റി ഒഴിയുവാനെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ തരുന്ന, അതിൽ നിന്നും തെറ്റി ഒഴിയുവാനുള്ളൊരു മാർഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷ തരുന്ന ഒരു രക്ഷകന് മുന്നോടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ഈ കോപം ആണെങ്കിൽ മഹോദ്രവകാലത്തിൽ നിന്നുള്ള രക്ഷയാണോ നമുക്കൊരുക്കിയിരിക്കുന്ന യേശുവിനോടുള്ള രക്ഷ? മനസ്സിലായി കാണും. ഈ പറയപ്പെടുന്ന കോപം മഹോദ്രവകാലം ആണെങ്കിൽ യോഹന്നാൻ ഇവിടെ പറഞ്ഞത് വരുവാനുള്ള കോപത്തിൽ നിന്നും തെറ്റിയൊഴിയുവാൻ. അപ്പോൾ രക്ഷ എവിടുന്ന? വരുവാനുള്ള കോപത്തിൽ. അതായത് മഹോദ്രവകാലത്തിൽ നിന്നുള്ള രക്ഷയാണോ യേശുവിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്? ആണോ സഹോദരങ്ങളെ? ആരോടെ ഞാൻ ചോദിക്കുന്നറിയാമോ? മഹോദ്രവത്തിന് മുൻപേ സഭ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്നവരോടെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്നല്ല. മത്തായി സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് വായിക്കും. വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയാനുള്ള മാർഗമാണ് പറയുന്നതെങ്കിൽ അത് മഹോദ്രവകാലത്തിൽ നിന്ന് തെറ്റിയൊഴിയുക എന്നുള്ള ആശയമാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ പറയുന്നത് വരുവാനുള്ള കോപം അതൊരു ദിവസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിലെല്ലാം, അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന കുറേ വാക്യങ്ങളുണ്ട്. യോവേൽ 2:11, ആമോസ് 5:18, 20, അങ്ങനെ കുറേ വാക്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വാക്യങ്ങളെല്ലാം യഹോവയുടെ കോപ ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ, കോപ ദിവസം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ കോപ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ മഹോദ്രവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസമല്ല, ദീർഘമായ 7 വർഷമാണ്. അതിന് കാലമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മഹോദ്രവകാലം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ലോകമെമ്പാടും വരുവാനുള്ള പരീക്ഷാകാലം അത് പരീക്ഷയുടെ കാലമാണ്, കോപത്തിൻ്റെ കാലമല്ല. അതായത് ഇവർ പറയുന്നതനുസരിച്ച് മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നതിൻ്റെ അനുസരിച്ച് കർത്താവ് വരുന്ന ദിവസമാണ് ഏത്? ഈ കോപ ദിവസം. കർത്താവ് വരുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ കുറേ നാളുകൾ കൊണ്ടൊന്നല്ല വരുന്നത്, ഒരു ദിവസമാണ് വരുന്നത്. ആ വരുന്ന ദിവസമാണ് കോപ ദിവസം എങ്കിൽ തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്, ഇതുകൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്,
നിങ്ങൾ ഇതിൽ ആശ്വസിച്ചു കൊള്ളുവിൻ. നോക്കിക്കേ, എത്ര പ്രത്യാശയുടെ ദിവസമാണ് കർത്താവ് വരുന്ന ദിവസം, എത്രയോ സന്തോഷത്തിൻ്റെ ദിവസമാണ്, എത്രയോ ആനന്ദത്തിൻ്റെ ദിവസമാണ്. അതോർത്ത് നിങ്ങൾ സന്തോഷിപ്പിൻ, നിങ്ങൾ ആനന്ദിപ്പിൻ, നിങ്ങളുടെ ദുഃഖങ്ങളിലൊക്കെ മറക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് വളരെ ആത്മനിറവോടുകൂടി അപ്പോസ്തലന്റെ കൂടെ വിളിച്ചു പറയുമ്പോൾ ഇവരത് കോപത്തിൻ്റെ ദിവസമാക്കിയാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര കഷ്ടം. ഈ ലോകത്തിലെ പങ്കപ്പാടുകളെല്ലാം സഹിച്ച് നിന്ദകളും പട്ടിണികളും ഉപദ്രവങ്ങളും ഇരട്ടപ്പെടലുകളും തള്ളപ്പെടലുകളും എല്ലാം അനുഭവിച്ച് കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തൻ്റെ മണവാട്ടി സഭയെ വന്ന് ചേർക്കുന്ന ദിവസത്തെ ഇവർ വിശേഷിപ്പിക്കുന്നു കോപ ദിവസം. ആ സഹോദരൻ തൻ്റെ വീഡിയോയിൽ 2 പടം ഇട്ടിട്ടുണ്ട്. ഒന്ന്, ഏദൻ തോട്ടത്തിൽ വന്നിട്ട് ചോദിച്ചു, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അതൊരു സ്ത്രീയുടെ പടം, പാമ്പിൻ്റെ പടം. മറ്റേ സൈഡിലിട്ടിരിക്കുകയാണ്, മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടും എന്നുള്ളതിനൊരു വാക്യം കാണിച്ചു തരാമോ? ഒരു കുറുക്കൻ്റെ പടമായിട്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് ദുരുപദേശമാണ്, കപടോപദേശമാണ്. ഏത് മഹോദ്രവകാലം കഴിഞ്ഞിട്ടേ സഭ എടുക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന വലിയ ദുരുപദേശമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? തനിക്ക് പഠനം എവിടെ നിന്ന് കിട്ടിക്കാണും, തനിക്ക് ഈ ആത്മാവിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. സത്യോപദേശത്തെ വികലമാക്കി കളഞ്ഞിട്ട് സത്യോപദേശം പറയുന്നവനെ ദുരുപദേശം എന്ന് പറയുവാനുള്ള ആ ഒരു ആത്മാവ് തനിക്ക് ഇവിടെ നിന്ന് കിട്ടി, എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ആരോ, അതായത് മഹോദ്രവകാലത്തിന് ശേഷമാണ് സഭ എടുക്കപ്പെടുന്നതെന്ന് ഞാൻ പറയുന്ന പോലെ ഇതേ ആശയം പഠിപ്പിക്കുന്ന ആരോ പറഞ്ഞു, മഹോദ്രവകാലത്തിൽ ഞങ്ങൾ സുവിശേഷം പറഞ്ഞു നടക്കുമെന്ന്. ആരാ പറഞ്ഞ് എനിക്കറിയില്ല. ഇതൊന്നും വേറിട്ട ചിന്തയിൽ ഈ തരത്തിലുള്ളതായ ആശയങ്ങളൊന്നും വരത്തില്ല. ഇത് വചന വെളിപ്പാടുകളാണ് പറയുന്നത്, വചന വെളിപ്പാടുകൾ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഓരോ വാക്കുകളെ കീറി മുറിച്ച് പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന 1 തെസ്സലോനിക്കർ പറയുന്നതും യോവേൽ 2:11 പറയുന്നതും അല്ലെങ്കിൽ ആമോസ് 5:18-20 പറയുന്നതും ഇനി വേണ്ട ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ യഹോവയുടെ ദിവസം, കോപ ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ മഹോദ്രവകാലത്തിൽ പറയുമ്പോൾ അത് കഷ്ടകാലമെന്നും പരീക്ഷാകാലമെന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ വ്യത്യാസം പറയാം. കോപ ദിവസത്തിൽ അത് കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയാൻ പറ്റത്തില്ല. കോപത്തിന് വിധിക്കപ്പെട്ടവർ അത് തെറ്റിയൊഴിയാനേ പറ്റത്തില്ല. പക്ഷെ പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ അവിടെ ജയിക്കാനും തോക്കാനും സാധ്യതയുണ്ട്. അതാണല്ലോ പരീക്ഷ. എവിടെ ജയിക്കും, എവിടെ തോക്കും? മൃഗത്തിൻ്റെ സംഖ്യ അല്ലെങ്കിൽ അവൻ്റെ മുദ്ര നെറ്റിമേലോ കൈമേലോ ഏൽക്കാതിരുന്നാൽ അവൻ ജയിക്കും. ആ ജയിക്കുന്നവനാണ് അവകാശമായി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഈ സഹോദരൻ എഴുതിയ ബൈബിളല്ല കേട്ടോ. ഞാൻ 66 പുസ്തകമുള്ള സത്യവേദ പുസ്തകത്തിലെ വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഖണ്ഡിക്കാൻ കഴിവുള്ളവർ തെളിവുണ്ടെങ്കിൽ പോരട്ടെ, നേരിട്ട് സംസാരിക്കാനും തയ്യാറാണ്. അപ്പോൾ ഇവിടെ പരീക്ഷാകാലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ പരീക്ഷണം വരിക. ക്രിസ്തുവിൻ്റെ സാക്ഷി നിമിത്തം വാളിൻ്റെ മുമ്പിലേക്ക് ശിരസ് വെച്ചു കൊടുക്കുമോ, അതോ നെറ്റിയോ കയ്യോ മുദ്രയേൽക്കാൻ നീട്ടിക്കൊടുക്കുമോ? ഇതാണ് പരീക്ഷ. പക്ഷെ കോപം അതല്ല സഹോദരങ്ങളെ. കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയാൻ പറ്റത്തില്ല. അതറിയണമെങ്കിൽ യഹോവയുടെ കോപ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വചനത്തിൽ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം 17-18 വായിക്കുകയാണ്. ഒരു ദൂതൻ സൂര്യന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നു കൂടുവിൻ എന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു. താഴോട്ട് കൊണ്ട് വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങൾ മനുഷ്യരെ ചതിച്ചു മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിയിട്ട് കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നു. സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇതാണ് യഹോവയുടെ കോപ ദിവസം. ഇത് മഹോദ്രവകാലത്തിന് മുൻപാണോ
ശേഷമാണോ നടക്കുന്നത്? എത്രയോ വ്യക്തമായി മൃഗത്തിൻ്റെ മുദ്രയുടെ കാര്യമൊക്കെ പറയുമ്പോൾ മഹോദരപകാലത്തോട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത്, മുൻപല്ലല്ലോ. നിങ്ങൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ വരമാണ് ഈ കോപ ദിവസം എങ്കിൽ ഈ കോപ ദിവസത്തിൻ്റെ കാര്യം പറയുകയാണ്. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കിട്ടി. അപ്പോൾ മൃഗത്തിൻ്റെ സംഖ്യയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ പറയണമെങ്കിൽ അത് മഹോദരപകാലത്തല്ലേ സഹോദരങ്ങളെ? എത്രയും വ്യക്തമാണ്. എന്നിട്ട് ഇത്രയ്ക്കും വ്യക്തമായി വചനത്തോടെ പറഞ്ഞിട്ടും വീണ്ടും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നതാണ് ശാഠ്യം എന്ന് പറയുന്നത്. ഈ ശാഠ്യം ആഭിചാരത്തിന് തുല്യമാണ്. ഈ പഠനത്തെ ഇത്രയും വ്യക്തമായി കേട്ടിട്ട് ഈ പഠനത്തെ തിരസ്കരിക്കുന്നവരോട് പറയുക, ശാഠ്യം മത്സരം അത് ആഭിചാരത്തിന് തുല്യമാണെന്നാണ് വചനം പറയുന്നത്. പണ്ടേതോ സായിപ്പ് എഴുതി വെച്ച് അതോടെ YSKL സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആയിരിക്കാം, ആണെന്ന് ഞാൻ പറയുന്നില്ല. അതും പഠിച്ചു വെച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്താണെന്ന് രുചിച്ചു പോലും അറിയില്ലാത്തവരൊക്കെ എഴുതി വെച്ച പുസ്തകം വായിച്ചിട്ട് സത്യോപദേശത്തിനെതിരെ കിടന്ന് വെറുതെ ശബ്ദമുയർത്തരുത്, വെറുതെ ആഭിചാരം ചെയ്യരുത് ശാഠ്യത്തിലൂടെ. ഞാനോട് ചോദിക്കട്ടെ, ഇതല്ലേ കോപ ദിവസം? ഇതാണ് യഹോവയുടെ കോപ ദിവസം പറയുന്നുണ്ടല്ലോ. യഹോവയുടെ കോപ ദിവസം, കോപകാലമല്ല, കോപ ദിവസം. ഈ കോപ ദിവസം നടക്കുമ്പോൾ അതിനകത്തു ആരെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്? മൃഗത്തിൻ്റെ കാര്യവും അവിടെ മുദ്രയുടെ കാര്യമൊക്കെ പറയുമ്പോൾ മഹോദരപകാലത്തിന് ശേഷമല്ലേ, അങ്ങനല്ലേ ഈ കാര്യം അവിടെ കുറിക്കാൻ പറ്റത്തുള്ളൂ. എത്രയോ വ്യക്തമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി ഒരു എപ്പിസോഡും ചെയ്തെങ്കിലേ ഇത് തീരത്തുള്ളൂ. വരുവാനുള്ള കോപ ദിവസം എന്ന് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതും പ്രവാചക പുസ്തകത്തിൽ പറയുന്നതും ഈ വെളിപ്പാട് പുസ്തകം 19:17-18 പറയുന്ന കോപത്തിൻ്റെ കാര്യമാണ്. അതൊരു ദിവസമാണ്. പക്ഷേ മഹോദരപകാലം ഒരു ദിവസമല്ല, അതൊരു കാലമാണ്, പരീക്ഷാകാലം. ഇവിടെ ന്യായമായിട്ട് ചോദ്യം വരുന്നുണ്ട്. ആ പഴയ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, നമ്മളിവിടെ ഭൂമിയിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ പോയി കണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. പിന്നെ കർത്താവ് ചെയ്യുമോ? ചെയ്യത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഒക്കുന്നേ? കർത്താവിൻ്റെ സഭ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇതൊക്കുന്നേ? ഒക്കില്ലെന്ന് ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുക. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനും ദാവീദിന് താക്കോലുമായുള്ളവൻ ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും അരുളി ചെയ്യുന്നത്. ആരാ? കർത്താവ്. ആരോട്? ഭൂമിയിലുള്ള സഭ. പഴയ നിയമസഭയാണോ? അല്ല. പുതിയ നിയമസഭയല്ലേ? അതെ. അവരോട് പറയുകയാണ് 10-ാം വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഭൂമിയിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നല്ല, ഇവിടെ സൂക്ഷിക്കുമെന്നാണ്. അത് ദൈവത്തെ കൊണ്ട് സാധിക്കുമോ? അത് നിങ്ങളുടെ ദൈവത്തിന് സാധിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ദൈവം എന്തൊരു ദൈവമാണ്? ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതി മിസ്രൈമിലായിരുന്നപ്പോൾ 10 ബാധ വന്നേ, കടിഞ്ഞൂൽ സംഹാരകന്മാരോ താണ്ഡവമാടിയേ, എൻ്റെ ദൈവത്തിൻ്റെ ജനോട സുരക്ഷിതമായിരുന്നു. എന്തിന്? ഗിദയോൻ വിരിച്ച തോലുണ്ടല്ലോ. ആദ്യം പറഞ്ഞ് തോലിൽ മഞ്ഞ് വീഴണം, കണ്ടത്തിൽ വീഴരുത്. 2 പറഞ്ഞ് കണ്ടത്തിൽ വീഴണം, തോലിൽ വീഴരുത്. അതുവരെ ചെയ്തു കൊടുത്ത ദൈവത്തിന് തൻ്റെ മണവാട്ടിയായ സഭയെ ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ സൂക്ഷിക്കാനുള്ള കഴിവില്ലാത്തവനാണോ നിങ്ങളുടെ ദൈവം? ഞാൻ ചില ആധികാരികമായിട്ട് പറയുക. കാരണം ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ രക്തം തിളച്ചു. സത്യ ഉപദേശം പറഞ്ഞവനെ പിശാചിന് തുല്യമാക്കി മാറ്റിയ സഹോദരൻ വ്യാപരിക്കുന്ന ആത്മാവ് എന്തൊരാത്മാവ്! ഇല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി ചോദ്യങ്ങൾ ഇതേ വരുന്നുള്ളൂ. എൻ്റെ 4-ാമത്തെ വീഡിയോയിൽ മുഴുവനും ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മറുപടി എൻ്റെ ശ്രോതാക്കൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നേ. സഭയെടുക്കപ്പെടുന്നത് മഹോദരപകാലത്തിന് ശേഷം. മഹോദരപകാലത്ത് ഭൂമിയിൽ സഭ ഉണ്ടായിരിക്കുന്നുവെങ്കിലും ഞാൻ അവരെ കാത്തുകൊള്ളും. ദൈവത്തിനതറിയാം. എൻ്റെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുക. അവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ പോറ്റേണ്ടതിന്
അവർക്ക് വേണ്ടി 3.5 വർഷത്തേക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അവിടെ ദൈവം സൂക്ഷിക്കും, അവിടെ സൂക്ഷിക്കും. അതൊക്കെ ദൈവത്തിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ലെങ്കിൽ പിന്നെ എന്തോ ദൈവം? ദൈവത്തിൻ്റെ മക്കളെ സൂക്ഷിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ എന്തൊരു ദൈവം? അപ്പോൾ ഞാൻ പറയുന്നു, 1000 ആണ്ട് വാഴ്ച ഇവിടെ നടക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന സാത്താനും പിശാചിനെയൊക്കെ ചങ്ങലയിട്ട് പൂട്ടി. പിന്നെ ആരെയും മഹോദരപകാലത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്? ഈ മൃഗം എന്ന് പറഞ്ഞാൽ ആരാ? ഈ എതിർ ക്രിസ്തു എന്താ? അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്താ? പൈശാചികമല്ല, പിശാചിനെയൊക്കെ ഇട്ട് പൂട്ടി. അവനെ 1000 ആണ്ട് കഴിഞ്ഞിട്ട് തുറന്നു വിടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറ, നിങ്ങളുടെ പഠിപ്പിക്കലനുസരിച്ച് സഭയും എടുക്കപ്പെട്ട് 1000 ആണ്ടും കഴിഞ്ഞതിന് ശേഷമാണോ മഹോദരപകാലം? എങ്കിൽ അതിനുള്ള തെളിവ് മുന്നോട്ട് വയ്ക്ക്. നമുക്ക് വീണ്ടും പഠിക്കാം. അടുത്ത 4ാമത്തെ എപ്പിസോഡ്. ഇത് 4ഉം 5നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധാരാളം കാര്യങ്ങൾ പഠിതാക്കൾക്ക് വേണ്ടി പഠിപ്പിക്കാനുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കാം. അടുത്ത 4ാമത്തെ ഭാഗത്തിന് വേണ്ടി ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.